ഭാഗങ്ങളെല്ലാം തന്നെ അതായത് കൂടുതൽ ഇടങ്ങളിലേക്ക് തീ വ്യാപിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൻ്റെ ഈ പുറം ഭാഗത്തുണ്ടായിരുന്ന ചില്ലുകൊണ്ടുണ്ടായിരുന്ന ആ പ്രദേശങ്ങൾ ഉൾപ്പെടെ ചില്ലൊക്കെ ചൂട് കൂടി പൊട്ടി വീഴുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. വലിയ രീതിയിൽ പുക ഉയരുന്നു, തീ കാര്യമായി തന്നെ ആളിക്കത്തുന്നു. ചൂട് കൂടുമ്പോൾ ഈ ഗ്ലാസുകൾ പൊട്ടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയും ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റൊരു ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളുടെ ആവശ്യം ഇപ്പോൾ ഇവിടെ ഉണ്ട്. അത്രത്തോളം തീ കാര്യമായി തന്നെ വ്യാപിക്കുന്നുണ്ട്. ദൃശ്യങ്ങളിൽ നിന്നും അത് വ്യക്തമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ രീതിയിൽ തീ ഈ കെട്ടിടത്തിന്റെ ഇത്രയും നമ്മളിപ്പോൾ വരുമ്പോൾ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്ത് തീ ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അവിടേക്ക് വീണ്ടും തീ കൂടുന്നത്. അവിടെയൊക്കെ ഈ സാധനങ്ങൾ കൂട്ടിവെച്ചിരുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ വസ്ത്രവുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ കൂട്ടിവെച്ച സ്ഥലമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്രത്തോളം തീ ഒരു വലിയ കട്ട പോലെ വലിയൊരു തീ വളരെ അധികമായി വ്യാപിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. അത് ഈ തീ കത്തിയിട്ടുള്ള സാധനങ്ങൾ, അതിൻ്റെ വേസ്റ്റുകൾ, ചാരം ഉൾപ്പെടെ ആകാശത്തേക്ക് പാറുന്നുണ്ട്. വലിയ രീതിയിൽ പുക ഉയരുന്നുണ്ട്. വലിയ ചൂട് ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഇത് ഈ രക്ഷാപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഈ തീ അണയ്ക്കുന്നതിന് അതൊരു തടസ്സമാകുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്രത്തോളം തീ കാര്യമായി തന്നെ അതിന്റെ ചേട്ടാ ഇതിന്റെ സൈഡിൽ വീടുണ്ടോ? സൈഡിലൊക്കെ വീടാണ് സഹോദരൻ. അവിടെയൊക്കെ പഠിച്ചില്ല, മൊത്തത്തിൽ ആളിപ്പം കത്തു. ഇപ്പൊ അപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലൊക്കെ വീടുകളാണ്. അവിടേക്ക് കാര്യമായിട്ട് അതായത് ഇവിടെ തൊട്ടപ്പുറത്ത് വീടുണ്ട് എന്ന് പറയുന്നു. അവിടേക്ക് തീ വ്യാപിക്കാന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ തീ പറന്നു പോയി അവിടേക്ക് വീണാൽ അത് വലിയ അപകടത്തിന് കാരണമാകും. അതിനു മുൻപ് തന്നെ ഇപ്പോൾ ഈ കാര്യമായി കത്തിക്കൊണ്ടിരിക്കുന്ന തീ അണയ്ക്കേണ്ടതുണ്ട്. അത് കാര്യമായിട്ടുള്ള ചൂടും വലിയ രീതിയിലുള്ള പുകയും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ ഫയർഫോഴ്സ് റോട്ടിൽ ഇവരുടെ വാഹനത്തിന് മുകളിൽ കയറി നിന്നാണ് അവിടേക്ക് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രത്തോളം ദൂരത്ത് നിന്ന് ഇത് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. ദൃശ്യങ്ങളിൽ തീ കത്തുമ്പോൾ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്ന പല വസ്തുക്കളും പറന്ന് വരുന്നു എന്നുള്ളതാണ്. വലിയൊരു അപകടകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അത് കൂടുതൽ വശങ്ങളിലേക്ക് തീ വ്യാപിക്കുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അകത്തേക്ക്, അതായത് ഇവിടെയുള്ള ഈ ഒറ്റ ഫയർഫോഴ്സ് യൂണിറ്റിന്റെ വെള്ളമാണ് ഇപ്പോൾ അകത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലുള്ള നിലയിൽ, അതായത് ഇപ്പോൾ ഈ ഫയർഫോഴ്സ് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലുള്ള നിലയിലും തീ പിടിച്ചിട്ടുണ്ട്. അതിലെ ദൃശ്യങ്ങളിൽ എത്രത്തോളം വ്യക്തമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ അവിടെയുള്ള കബോർഡുകളിലെല്ലാം തന്നെ സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. അത് വസ്ത്രങ്ങളാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവയ്ക്കും തീ പിടിച്ചിട്ട് അത് കൂടുതലായി തീ വ്യാപിക്കുന്ന, അല്ലെങ്കിൽ ആളി കത്തുന്ന ഒരു സാഹചര്യമാണ് ആ മുകളിലെ നിലയിലുള്ളത്. ഇപ്പോൾ ഈ കാര്യമായി കത്തിക്കൊണ്ടിരുന്ന പ്രദേശത്തേക്ക് വെള്ളം അടിച്ചത് കെടുത്താനുള്ള ശ്രമം നടക്കുകയാണ്. അത് ഫലം കാണുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം അത് തീയുടെ ഒരു കട്ടി, അല്ലെങ്കിൽ അതിന്റെ ഒരു വ്യാപ്തി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഈ വീടുകളുള്ള പ്രദേശത്തേക്ക് തീപ്പൊരി ചിതറാതിരിക്കാനും ആ നിലയ്ക്ക് തീ പടരാതിരിക്കാനുമുള്ള മുൻകരുതൽ ഏതെങ്കിലും തരത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഫയർഫോഴ്സ്? അതായത് ഹർഷൻ, ഇതിന്റെ ഈ അത്രത്തോളം തൊട്ട് ചേർന്ന് തീ പിടിക്കാനുള്ള അത്തരത്തിലുള്ള സാഹചര്യത്തിലുള്ള വീടുകൾ ഇതിന്റെ തൊട്ട് സമീപത്തില്ല. അതായത് നമ്മളിപ്പോൾ നേരത്തെ കണ്ടോ വലിയ രീതിയിലുള്ള തീ കണ്ടു. ആ തീയിൽ നിന്ന് തീ പടർന്ന്, അല്ലെങ്കിൽ ഈ തീയിൽ കത്തിക്കഴിയുമ്പോൾ ഈ തീപ്പൊരികൾ പറന്ന് ചെന്ന് അടുത്ത പ്രദേശത്ത് വീണ് തീ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ. അത്തരത്തിലൊരു സാഹചര്യം മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. അത്തരത്തിൽ ഉണ്ടായാൽ മാത്രമേ തൊട്ട് സമീപത്തുള്ള മറ്റ് കെട്ടിടങ്ങൾക്കോ വീടുകൾക്കോ തീ പിടിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷെ അത്തരത്തിലുണ്ടാവാനുള്ള സാധ്യത വളരെ പരിമിതമാണ്. അതിനുള്ള ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ, അതായത് ആളി കത്തുന്ന ഇടങ്ങളിൽ പെട്ടെന്ന് തന്നെ വെള്ളം ചീറ്റി ആ ആളി കത്തുന്ന തീ കെടുത്താനുള്ള ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതായത് ഈ ഫയർഫോഴ്സിന്റെ അകത്ത് കയറിയാൽ മാത്രമേ എന്താണ് ഈ അവസ്ഥ എന്ന് മനസ്സിലാക്കി ഇത് പൂർണ്ണമായും അണയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ പുറത്ത് നിന്ന് ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന പ്രദേശത്ത് എവിടെയാണോ കാര്യമായി തീ കത്തുന്നത് അത് അണയ്ക്കാനുള്ള ശ്രമമാണ് നോക്കുന്നത്. പക്ഷേ ഇതിന്റെ ഉള്ളിൽ എത്രത്തോളം തീ ഉണ്ട് എന്നതിനെപ്പറ്റി ഒരു വ്യക്തത വരണമെങ്കിൽ അകത്ത് കയറണം. അതിന് ഇപ്പോൾ നിലവിൽ എന്തായാലും സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ്. അത്രത്തോളം തീ അകത്തുണ്ട്. അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ അതിന്റെ ആ വെളിച്ചം, അത്രത്തോളം മഞ്ഞ വെളിച്ചം, മഞ്ഞയും ചുവപ്പും തെളിഞ്ഞിട്ടുള്ള ആ വെളിച്ചം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം എത്രത്തോളം തീ ഇതിന്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത്. അത്